ഹലോ ഹായ്, റെജീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നൊരു മോര് കറി വയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ കാണിച്ചു തരാം. മോര് കറിക്ക് ആവശ്യമായ സാധനങ്ങൾ തൈരാണ്. തൈര് ഉടച്ചിട്ടില്ല, കട്ട തൈര്. പിന്നെ അതാ 2 ചെറിയ തക്കാളി, ഇഞ്ചി, 1 പച്ചമുളക്. ഇഞ്ചി ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. പിന്നെ 1 പച്ചമുളക്, 2 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 7-8 കഷ്ണം ചെറിയ ഉള്ളി ചീവി വെച്ചത്, പിന്നെ കറിവേപ്പില, പിന്നെ നമ്മുടെ അരിമാവെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇടിയപ്പം അങ്ങനെയൊക്കെ ഉണ്ടാക്കാനുള്ള അതുപോലത്തെ അരിമാവ് കാണിച്ചു തരാം എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന്. തൈര്, നമ്മൾ ഈ കട്ട തൈരുണ്ടല്ലോ, തൈര് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി ഇതിന് ശേഷം ഭയങ്കരമായിട്ട് ഉടക്കൊന്നും വേണ്ട കേട്ടോ. നമ്മൾ ഈ മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ജാറിലോട്ട് ഒഴിക്കുക ഈ തൈര്. ഇപ്പോൾ തൈരെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരിപ്പൊടി കണ്ടല്ലോ, ഈ അരിപ്പൊടിയും കൂടെ ഈ ജാറിലോട്ട് തൈരിൽ കൂടെ ഇട്ട് കൊടുക്കാം. തേങ്ങ ചേർക്കൂല കേട്ടോ. ഇപ്പോൾ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടപ്പെടുത്ത് അടച്ചതിന് ശേഷം ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി സൈഡിലൊക്കെ ഇരിക്കുന്നത് അത് നേരെ ആക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സി കറക്കിയെടുക്കാം. ഇതവിടെ ഇരിക്കട്ടെ. പിന്നെ ഇതിലാണ് വെക്കുന്നത്. മൺകലത്തിലാണ്, ചെറിയ കലം. ഇതിലോട്ട് ഇത് നമുക്ക് അടുപ്പിലോട്ട് വെച്ച് തീ കത്തിക്കാം. നമ്മളെ കലം, ചെറിയ കലം അടുപ്പിൽ വെച്ച് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനത്തെ ഈ കലത്തിലുണ്ടാക്കണതേ. മാവും അരിമാവും തൈരും കൂടെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തൈരൊന്ന് കളയരുത് കേട്ടോ. നമ്മൾ ഈ ബൗളിലെ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് കഴുകി വേണ്ട. ഈ അടപ്പിലൊക്കെ തൈര് ഇരിപ്പുണ്ട്, അതെല്ലാം നമുക്ക് കഴുകി അതിലോട്ട് ഒഴിച്ച് അവസാനം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. നമ്മളെ ചട്ടി എന്തായാലും നോക്കട്ടെ. അപ്പോൾ നമ്മൾ ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് കേട്ടോ. എണ്ണ ഒഴിച്ച് ഇനി അത് ചൂടായതിന് ശേഷം എണ്ണ ചൂടാവട്ടെ. അതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇടയാണ്. കുറച്ച് ആവശ്യത്തിന് വേണ്ട ഇത്ര ഇട്ട് കൊടുക്കാം. കടുക് വേണം. കടുകൊന്ന് പൊട്ടിട്ട്, കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. അപ്പം അതിലേക്ക് ശകലം ഉലുവ, കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ആ ഉലുവ ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. ഉലുവ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമുക്കുണ്ട ചെറിയ ഉള്ളി കുറച്ച് 7-8 അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം. ഇനി തീ കുറച്ചിട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പിടിക്കും. അത് ചട്ടി മുറുക്കാനായിട്ടാണ് തീ നല്ലതുപോലെ ഇട്ടത്. അപ്പോൾ ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട്. ഇനി ഇഞ്ചി, ചെറിയൊരു കഷ്ണം ഇഞ്ചി കൊത്തി വെച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ 2 കഷ്ണം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അതും ഇതിലോട്ട് ഇട്ട് ഇളക്കാം. ശേഷം 1 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഇട്ട് നന്നായി വഴറ്റി കൊടുക്കാം. ഇതിന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഇളക്കണം. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയും കൂടെ ഇട്ട് നന്നായി വഴറ്റി കൊടുക്കാം.
തക്കാളി ഇടുന്നു. ചെറുതായിട്ട് തൊലി കളഞ്ഞ് വെച്ചതാണ് കേട്ടോ. തൊലി കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ തക്കാളി നന്നായൊന്ന് വഴറ്റാം. നന്നായൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് അടുത്തത് കാണാം. തക്കാളി എല്ലാം നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതാ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ ഒരു പച്ചമുളക് ഈ വഴറ്റണേ ചേർത്തിട്ടുണ്ട്. ഒരുപാട് ചുമന്ന കളർ വേണ്ട. ഒരു ശകലം മുളക് പൊടി, പേരിന് വേണ്ടി ശകലം മുളക് പൊടി ഇട്ട് ഇനി ഇതിൽ നമ്മളെ മാവുണ്ടല്ലോ, മാവും തൈരും കൂടെ ചേർന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ മാവും കൂടെ ആയപ്പോഴേ നല്ല കുറുവലുണ്ട്, കുറുകിയിരിക്കുകയാണ്. തീ കുറച്ച് വയ്ക്കുക, ഒന്ന് അടങ്ങാൻ മതി. ഇട്ട് തിളപ്പിക്കരുതേ. എല്ലാം നണ്ടണ്ട, ഇതെല്ലാം പാകത്തിന് കഴുകി ഇത് ഒഴിച്ച് അതിൽ ഒഴിച്ചു കൊടുക്കാം. മോര് കറി റെഡി ആയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് അനന്ന്, ഭയങ്കരമായിട്ടിട്ട് തിളപ്പിക്കരുത്. ഇപ്പം തൈര് പിരിഞ്ഞു പോകും, നന്നായിട്ട് തിളപ്പിക്കേണ്ട. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ് ഒഴിച്ചു കൊടുക്കാം. ലാസ്റ്റാണ് ഒഴിക്കണേ. അപ്പോൾ ഇത് അനക്കെ എല്ലാം ചെയ്തു. അപ്പോൾ എല്ലാം റെഡിയായി. ഇങ്ങനെ നമ്മളെ മോര് കറി അടുപ്പിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട്. എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. തക്കാളിയും എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ മോര് കറി കണ്ടല്ലോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.